ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ അവസാനത്തെ വീഡിയോ ആണിത്. ഇപ്പം ഞങ്ങളിതാ ജുമാ മസ്ജിദിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പം ഓട്ടോയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബസ്സിലേക്ക് പോകണില്ല. അവിടെ നിന്ന് അവർ ആ വഴി അങ്ങ് പോയി. ഞങ്ങളിപ്പം ജുമാ മസ്ജിദ് കൂടെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ജുമാ മസ്ജിദിലേക്ക് പോയതാണ്. അവിടെ നിന്ന് തിരിച്ച് ഇനി നമുക്കിഷ്ടമുള്ളപ്പോൾ നമുക്ക് തിരിച്ച് പോയാൽ മതി. ഇപ്പോൾ ഏകദേശം മഗ്‌രിബ് സമയം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡൽഹി ജുമാ മസ്ജിദ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ പോണ വഴിക്കൊക്കെ തന്നെ ധാരാളം കടകളും ചിക്കൻ്റെയും മട്ടൻ്റെയും ഒക്കെ ധാരാളം കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജുമാ മസ്ജിദിൽ എത്തിച്ചേർത്തിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് ആ ഒരു മനസ്സിന് സന്തോഷവും ഒക്കെ കിട്ടും. ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത് കറങ്ങിയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാനും സാധിച്ചു. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കയറി ഒരു കവാടത്തിനകത്തോട്ട് കയറിയാൽ നമുക്കതിന് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി കാഴ്ചകളൊക്കെ അടങ്ങുന്ന നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. അപ്പോൾ ഈ ഒരു പള്ളിയിൽ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല. നമ്മൾ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം അകത്ത് പോകാൻ. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അകത്ത് കയറുന്നത് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു പള്ളിയും ആ ഒരു അന്തരീക്ഷമൊക്കെ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മഗ്‌രിബ് സമയം കൂടെ ആയതുകൊണ്ട് നമസ്കരിക്കാനും ഒക്കെ ആൾക്കാർ ധാരാളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇക്ക പിന്നെ ഒളു കൊടുത്തിട്ട് പള്ളിക്കകത്ത് കയറി. ഞങ്ങളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു.
ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ നമസ്കരിക്കുക, ആൾക്കാരെല്ലാം നമസ്കരിച്ച് തുടങ്ങി. അപ്പോഴേക്കും പള്ളിയെല്ലാം നിറഞ്ഞു കേട്ടോ. അതിൻ്റെ അകത്തോട്ടൊക്കെയുള്ള ഇതെല്ലാം നിറഞ്ഞിട്ട് പുറത്തും വന്ന് നമസ്കരിക്കാൻ ആളുകളൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു. ഇതാ അങ്ങനെയൊക്കെ നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു. അപ്പോഴേക്കും എന്താ സന്ധ്യയായി. അപ്പം ഞങ്ങൾക്കിനി തിരിച്ചു പോകണം. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു പള്ളി കാണാൻ തന്നെ. മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ കാണാൻ സാധിച്ചതിൽ പടച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു യാത്രയായിരുന്നു. ഇതുപോലെ ഇനിയും യാത്ര ചെയ്യാനും ഒക്കെ പടച്ചവൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞങ്ങൾ തിരിച്ച് മടങ്ങുവാണ്. അപ്പോൾ പോരുന്ന വഴിയിലൊക്കെ ഒരുപാട് കടകളും സ്വീറ്റ്സും ഒക്കെ ഉണ്ട്. ഞങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ മോൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പഴയകാല കുറച്ച് മിഠായികളുണ്ടായിരുന്നു. അത് മാത്രം 1-2 അവൾക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പാക്കറ്റ് 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ വേറെ ഒന്നും വാങ്ങാനോ കടകളിൽ കയറാനോ ഉള്ള സമയവും ഇല്ലായിരുന്നു. ഞങ്ങൾക്കിനി തിരിച്ച് റൂമിലെത്തണം. എത്തിയിട്ട് ഒന്ന് ഫ്രഷായി കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് അന്ന് രാത്രിയിലാണ് ട്രെയിന്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അതുകൊണ്ടാണ് പിന്നെ വേറെ എങ്ങും കയറാനോ ഒന്നും വാങ്ങാനോ ഒന്നും നിന്നില്ല. അപ്പോഴേക്കും ഞങ്ങളൊരു ആട്ടോ വിളിച്ച് പിന്നെ തിരിച്ച് മടങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുമില്ലായിരുന്നു. അപ്പം പോണതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഡൽഹി യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഡൽഹിയിലെ കാഴ്ചകൾ കാണാത്തവരൊക്കെ എൻ്റെ പഴയ വീഡിയോകളെല്ലാം പോയി ഒന്ന് കാണണം. കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.